സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡത്തിൽ ഭരതൻ്റെ വനയാത്ര മുതൽ അയോധ്യാകാന്ഡം സമാപ്തം വരെയുള്ള ഭാഗത്തിൻ്റെ സാരം. രാമനെ തിരിച്ചു കൊണ്ടുവരാൻ നാളെ രാവിലെ ഞാൻ പോകുന്നുണ്ട്. ഞാനും ഭവാനും അരുന്ധതി ദേവിയും കൈകേയി ഒഴിച്ചുള്ള അമ്മമാരും പുരവാസികളോടൊപ്പം ചതുരംഗപ്പടയുമായിട്ട് സാമന്ത രാജാക്കന്മാരോടുകൂടി ചെന്ന് രാമനെ ഇവിടേക്ക് കൊണ്ടുവരും. രാമൻ ഇവിടേക്ക് വരുന്നത് വരെ ഞാൻ ജടാവൽക്കലധാരിയായി ഫലമൂലാദികൾ കഴിച്ച് ഭൂഷായി ആയിട്ട് വസിക്കുന്നതേ ഉള്ളൂ എന്ന് ഭരതൻ്റെ വാക്യം കേട്ടിട്ട് സാധുക്കളൊക്കെ പുകഴ്ത്തി. അതിനുശേഷം അവർ പറയണു, നന്നായി, നിൻ്റെ മനസ്സിൽ ഇത് തോന്നിയല്ലോ, നീ ഉത്തമന്മാരിൽ ഉത്തമനാണ്. ഇനി വനയാത്ര എന്ന ഭാഗമാണ്. ഇപ്രകാരം തജ്ജനങ്ങൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കെ സൂര്യൻ ഉദിച്ചു. ശത്രുഘ്നനോടൊപ്പം ഭരതൻ പുറപ്പെട്ടു. മന്ത്രിപ്രവരൻ്റെ കൽപ്പന അനുസരിച്ച് സൈന്യങ്ങളും ഒപ്പം കൂടി. കൗസല്യാദി രാജതാരങ്ങൾ രാമനെ കാണാനുള്ള കൊതിയോടെ അവരോടൊപ്പം കൂടി. താപസവൃന്ദങ്ങളോടൊപ്പം വസിഷ്ഠനും പുറപ്പെട്ടു. അവരുടെ യാത്രാസമയത്ത് ഉയർന്ന പൊടിപടലങ്ങൾ ആകാശത്തോളം ഉയർന്നു. രാമനെ കാണാൻ കൊതി പൂണ്ട ജനങ്ങൾ വഴി നടക്കുന്നതിൻ്റെ ക്ഷീണം അറിഞ്ഞതേയില്ല. ശൃംഗിവേരപുരം കടന്ന് സൈന്യം ഗംഗാതീരത്ത് വിശ്രമിച്ചു. ഭരതൻ പടയോടൊപ്പം എത്തിയിരിക്കുന്നു എന്ന വാർത്ത കേട്ട് സംശയിച്ച ഗുഹൻ അനുചരന്മാരോട് പറഞ്ഞു, തോണികളൊക്കെ കെട്ടിയിട്ട് അമ്പും വില്ലും എടുത്ത് തയ്യാറായി നിന്നുകൊള്ളൂ, ഞാൻ അന്വേഷിച്ചു വരട്ടെ. അടുത്ത് ചെന്ന് നമസ്കരിക്കുമ്പോൾ ഉള്ളിലിരുപ്പ് മനസ്സിലാവുമല്ലോ. രാഘവനോട് പരിഭവിച്ചിട്ടാണെങ്കിൽ അവരാരും തിരികെ പോകരുത്. ശുദ്ധ മനസ്സോടെയാണെങ്കിൽ തോണി കടത്തിവിടണം. ഇങ്ങനെ കിങ്കരന്മാരോട് കൽപ്പിച്ചിട്ട് ഗുഹൻ ചെന്ന് ഭരതനെ നമസ്കരിച്ചു. ധാരാളം കാഴ്ചവസ്തുക്കളും മുമ്പിൽ വെച്ചു. ശ്രീരാമമന്ത്രം ഉരുവിട്ട് ജടാവൽക്കലധാരിയായി സുന്ദരനായിരിക്കുന്ന ഭരതനെ ഞാൻ ഗുഹനാണ് എന്ന് പറഞ്ഞു തൊഴുതു. ഗുഹനെ എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്ത് ഭരതൻ പറഞ്ഞു, ലോകാരംഭകാരണമായ രാമൻ അങ്ങയെ ആലിംഗനം ചെയ്തുവല്ലോ. ലക്ഷ്മി ദേവിക്ക് അല്ലാതെ കിട്ടിയിട്ടില്ലാത്ത ഈ ആലിംഗനത്തിന് അർഹനായതുകൊണ്ട് അങ്ങ് ഭാഗ്യവാനാണ്. രാമൻ എന്തു ചെയ്തു, എവിടെ ഉറങ്ങി, എല്ലാം എന്നോട് വിസ്തരിച്ചു പറയൂ. ഇത് കേട്ടപ്പോൾ ഗുഹൻ്റെ സംശയം നീങ്ങി. ഭരതൻ ഉത്തമൻ തന്നെയെന്ന് മനസ്സാധരിച്ചു. രാമൻ ദർഭ വിരിച്ച് ഉറങ്ങിയ സ്ഥലം കാണിച്ചു കൊടുത്തു. നിറക്കണ്ണോടെ സകൽഗതം ഭരതൻ പറഞ്ഞു. മാളിക മുകളിൽ സ്വർണ്ണക്കട്ടിലിൽ മൃദുവായ വെള്ളവിരിയിൽ രാമനോടൊത്ത് ശയിക്കേണ്ട ദേവി പരുപരുത്ത ദർഭവിരിപ്പിൽ എങ്ങനെ കഴിച്ചുകൂട്ടി? ഞാനാണല്ലോ ഇതിന് കാരണം എന്നോർക്കുമ്പോൾ എനിക്ക് ദേഹം തന്നെ ഉപേക്ഷിക്കാൻ തോന്നുന്നു. പാപിയായ കൈകേയിയുടെ ഉദരത്തിൽ ജനിച്ച എന്നെ എനിക്ക് തന്നെ ധിക്കരിക്കാൻ തോന്നുന്നു. അനുജൻ ലക്ഷ്മണന് കൂടെ പോകാൻ കഴിഞ്ഞതുകൊണ്ട് ജന്മസാഫല്യം ഉണ്ടായി. ശ്രീരാമദാസന്മാരുടെ ദാസനായി ഞാനും ഭക്തിയോടെ സേവിച്ചാൽ മനുഷ്യനായി ജനിച്ചതിന് പ്രയോജനം ലഭിക്കും. എവിടെയാണ് രാമനുള്ളത് എന്ന് പറയൂ. അവിടെ ചെന്ന് ഞാൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാം. ഇത് കേട്ട് ഗുഹൻ പറഞ്ഞു, ശ്രീരാമനോട് ഇത്രയേറെ ഭക്തി ഉണ്ടെങ്കിൽ ഞാൻ അങ്ങയോട് പറയാം. ഗംഗാനദി കടന്നാൽ അടുത്ത ചിത്രകൂട പർവ്വതമാണ്. അതിനിടയിൽ ലക്ഷ്മണ സമേതനായി രാമൻ വസിക്കുന്നുണ്ട്. ഗുഹൻ്റെ വാക്കുകൾ കേട്ട് ഭരതൻ പറഞ്ഞു, ഗംഗാനദി കടക്കുന്നതിന് വേഗം ഉത്സാഹിച്ചാലും നമുക്ക് അവിടെ പോകാം. ഗുഹൻ ഉടൻ വിസ്തൃതങ്ങളായ 500 തോണികൾ ഒരുക്കി. ഭരതൻ, ശത്രുഘ്നൻ, രാജപത്നിമാർ, വസിഷ്ഠൻ എന്നിവരെ ഗുഹൻ തന്നെ തോണി തുഴഞ്ഞ് അക്കരെ എത്തിച്ചു. ഗംഗയെ വണങ്ങി സൈന്യം അക്കരയെത്തി. പുലിയും പശുവും വിരോധം മറന്ന് മേയുന്ന ഭരദ്വാജാശ്രമത്തിലേക്ക് സൈന്യത്തെ ദൂരെ നിർത്തി അനുജനും ഭരതനും മാത്രം പ്രവേശിച്ചു. കത്തിജ്വലിക്കുന്ന തേജസ്സോടെ സുഖമായിരിക്കുന്ന മുനിയെ വണങ്ങി ദശരഥപുത്രന്മാരെ പ്രീതിയോടെ ഭരദ്വാജനും സ്വീകരിച്ചു. സസന്തോഷം കുശല പ്രശ്നങ്ങൾ ചെയ്തു. ജടാവൽക്കലധാരിയായി കണ്ടിട്ട് ചോദിച്ചു, നീ എന്തിനാണ് ഈ വേഷം ധരിച്ചിരിക്കുന്നത്? രാജ്യഭരണം നടത്തേണ്ട നിനക്ക് ഇത് തീരെ യോജിക്കുന്നില്ല. വൻപടയുമായി എന്തിന് കാട്ടിലേക്ക് പുറപ്പെട്ടു? ഭരദ്വാജ മഹർഷിയുടെ വാക്കുകൾ കേട്ടിട്ട് ഭരതൻ പറഞ്ഞു, അങ്ങയുടെ മനസ്സിൽ കയറാത്ത ഒരു കാര്യവും ലോകത്തിൽ ഇല്ലല്ലോ. എങ്കിലും എൻ്റെ ദുഃഖം മാറാൻ വേണ്ടി ഞാൻ പറയാം. രാമാഭിഷേകത്തിന് വിഘ്നം വരുത്തിയ കാരണങ്ങൾ ഒന്നും ഞാൻ അറിഞ്ഞുണ്ടായതല്ല. ശ്രീരാമൻ വനവാസത്തിന് പോയതും ഞാൻ കാരണമല്ല. കൈകേയി മാതാവിൻ്റെ വാക്കുകളാണ് അതിനൊക്കെ കാരണം. എൻ്റെ ശുദ്ധാശുദ്ധിയെക്കുറിച്ച് അങ്ങ് എന്തു പറയുന്നു? ശ്രീരാമവാദം ഭജിക്കുകയല്ലാതെ മറ്റൊരു സുഖവും എനിക്ക് വേണ്ട. ശ്രീരാമൻ്റെ പാതാരവിന്ദങ്ങളിൽ വീണ് സാമഗ്രികളെല്ലാം അവിടെ സമർപ്പിച്ച് രാജ്യാഭിഷേകം നടത്തി കൂട്ടിക്കൊണ്ടുപോയി രാമസേവ ചെയ്യണം. ഇത് കേട്ട മാമുനി ഭരതനെ ഗാഠം ഉണർത്തിച്ചു. കാര്യങ്ങളൊക്കെ ഞാൻ ജ്ഞാനദൃഷ്ടി കൊണ്ട് അറിഞ്ഞിരിക്കുന്നു. രാമനോട് ലക്ഷ്മണനേക്കാൾ ഭക്തി നിനക്കുണ്ട്. നിന്നെ സൈന്യത്തോടു കൂടി ഞാൻ സൽക്കരിക്കുന്നുണ്ട്. ഊണ് കഴിച്ചുറങ്ങി രാവിലെ രാമനെ കാണാം.
എല്ലാം അങ്ങയുടെ കൽപ്പന പോലെ. ദേഹശുദ്ധി വരുത്തി മുനി ഹോമഗ്രഹത്തിലിരുന്ന് കാമധേനുവിനെ ധ്യാനിച്ചു. ഉടൻ കാനനം ദേവലോകമായി മാറി. വൃക്ഷങ്ങൾ ദേവന്മാരായി, ലതകൾ ദേവസ്ത്രീകളും. എത്ര വലിയ ഭവനം! പലതരത്തിലുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ, ഉപഭോഗ വസ്തുക്കൾ, ഭോജനശാലകൾ, സേനാഗ്രഹങ്ങൾ, രാജ്യഗ്രഹങ്ങൾ, സ്വർണ്ണനിർമ്മിതമായ ഇവയൊക്കെ വർണ്ണിക്കാൻ അനന്തന് തന്നെ വാക്കുകളില്ല. ശാസ്ത്രവിധിപ്രകാരം ആദ്യം വസിഷ്ഠനെ പൂജിച്ചു. ഭരതനെയും അനുജനെയും സൈന്യങ്ങളെയുമെല്ലാം വഴിപോലെ സൽക്കരിച്ചു. സൽക്കാരം സ്വീകരിച്ച അവർ അമരാവതിയിൽ എന്ന പോലെ അവിടെ സുഖമായി ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങൾ കഴിഞ്ഞ് ഭരദ്വാജൻ്റെ സമ്മതവും വാങ്ങി പുറപ്പെട്ട സൈന്യത്തെ ദൂരെ നിർത്തി സുമന്ത്രരും മുനിയും ഭരതനും ശത്രുഘ്നനുമായി ചെന്ന് മഹർഷിമാരോട് എവിടെയാണ് രാമൻ വസിക്കുന്നത് എന്ന് ചോദിച്ചു. ഗംഗാനദിയുടെ വടക്ക് തീരത്ത് ചിത്രകൂട പർവ്വതത്തിലാണ് ശ്രീരാമാശ്രമം എന്ന് അവർ മറുപടി പറഞ്ഞു. ഉത്തമ പുരുഷൻ വാഴുന്നിതെന്ന് ഭരതൻ അത്ഭുതകരമായ രാമാശ്രമം കണ്ടു. വാഴ, മാവ്, ഇലഞ്ഞി, പ്ലാവ്, തെങ്ങ്, കവുങ്ങ് തുടങ്ങി അനേകം ഫലവൃക്ഷങ്ങളും ചെമ്പകം, ജാതി, മാലതി തുടങ്ങിയ ലതകളും കായ്കളെക്കൊണ്ടും പൂക്കളെക്കൊണ്ടും നിറഞ്ഞു നിന്ന് വണ്ടുപോലുള്ള ചെറുജീവികളുടെ നാദങ്ങളും ആന, കുരങ്ങ് മുതലായ മൃഗങ്ങളുടെ ലീലകളും കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് നീങ്ങിയ ഭരതൻ വൃക്ഷാഗ്രങ്ങളിൽ തൂക്കിയിട്ടിരിക്കുന്ന വൽക്കലങ്ങൾ കണ്ട് ആശ്രമത്തെ ആദരപൂർവ്വം വണങ്ങി. രാജലക്ഷണങ്ങളോടുകൂടിയ രാമപാദങ്ങൾ പതിഞ്ഞു കിടക്കുന്നത് കണ്ട് അവിടെ കിടന്ന് ഉരുണ്ട് നമസ്കരിച്ച് ആ പാദരേണുക്കൾ ശിരസിലണിഞ്ഞു. ഞാൻ ഇന്ന് ഭാഗ്യവാനാണ്. ശ്രീരാമ